ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണിത്. അതായത് കൊട്ടാര തുല്യമായ ഒരു ലക്ഷറി ഹൗസാണ്. എല്ലാ സൗകര്യം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലൊരു വീട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. കാരണം അത്രയും ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളും എല്ലാ സെറ്റപ്പുള്ള വീടാണിത്. ഞാൻ എല്ലാരും നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഈ വീടിന്റെ അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണണം. കാരണം സ്കിപ്പ് ചെയ്യാണ്ട് കാണും. കാരണം ഇതേ കൂട്ടത്തെ ഒരു വീടൊക്കെ നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേ കൂടുതൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഇതേപോലത്തെ ഒരു വീഡിയോ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ്. കാരണം ഇതേ കൂടത്തെ ഒരു വീടിനൊക്കെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് വീടിനാണ് ലൈക്ക് അടിക്കണം. അല്ല മാങ്ങയൊക്കെ ഉണ്ടാക്കി കയ്യെത്തും ദൂരത്തരം മാങ്ങയൊക്കെ ഉണ്ടാക്കി എടുക്കണം. നല്ല സെറ്റപ്പ് വീട് വെച്ചാൽ അത്രയും 6 ബെഡ്റൂം 70 സെന്റ് സ്ഥലം. ഈ വീടിന്റെ അകത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണേണ്ടത്. കാരണം അത്രയും ലക്ഷറി ആയിട്ടാണ് വീട് പണിതേക്കണം. എല്ലാ സൗകര്യവും, അതായത് ഒരേ ബെഡ്റൂം അതിന്റെ സെറ്റപ്പ് ഒക്കെ നിങ്ങളൊന്ന് കാണണം. കണ്ടാലാ അത് മനസ്സിലാവുള്ളൂ. നമുക്ക് അത് തന്നെ ഇതിന്റെ പറമ്പും കാര്യങ്ങളും ഇതിന്റെ അത് മരങ്ങള് അതൊക്കെ ഒന്ന് കാണാം. കാരണം ഇതിന്റെ ചുറ്റുപാട് കൊണ്ട് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. കാരണം ഈ വീടിന്റെ പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടെങ്കിലല്ല അത്രയും കൂളിങ്ങും, കാരണം ഇത്രയും ചൂടുണ്ടായിട്ട് പോലും നല്ല കൂളിങ്ങും ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങൾ ഇതെല്ലാം നട്ടുപിടിപ്പിച്ചേക്കണം. കണ്ടാ അതൊക്കെ കംപ്ലീറ്റ് ഉണ്ട്. താഴത്തൊക്കെ കംപ്ലീറ്റ് വലിയ ചരലൊക്കെ ഇട്ട് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കണ്ടാ ഇഷ്ടംപോലെ മരങ്ങളാണ്. എല്ലാരും ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇത് കണ്ടോ മറ്റേ ഇരുമ്പുള്ളി എന്നൊക്കെ പറഞ്ഞ ചെമ്മിപ്പുള്ളി എന്നൊക്കെ പറഞ്ഞ അത് മഞ്ഞ കളറല്ല, ഇത് മൊത്തം മഞ്ഞ കളറാണ്ട. ഇനി ഇതിന്റെ ബാക്കിൽ വേറെ ഉണ്ട്, അത് പച്ച കളറല്ല, നമ്മൾ സാധാരണ കാണുന്നത്. ചക്കയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കണ്ട നല്ല വരിക്കച്ചക്കയാണ് കണ്ട. എന്താ ഒരു ഭംഗി നോക്കി. ഇതൊക്കെ തിന്നാൽ ഇതൊക്കെ പറമ്പിൽ ഉണ്ടാക്കിക്കിടക്കാൻ കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം എന്താ ഈ പറമ്പ് നോക്കി എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി. അത് നല്ല പ്രൈം ലൊക്കേഷനും അത്രയും നല്ലൊരു സ്ഥലത്താണ് വീടിരിക്കണം. അതും 70 സെന്റ് സ്ഥലവും വീടുമാണ്. എന്താ ഒരു ഭംഗി നോക്കി. ഇവിടെയൊക്കെ വെച്ചാൽ വെയിലും കൂടി അകത്തോട്ട് വരൂല. കാരണം അത്രയും മരങ്ങളാണ്. കണ്ടാ ഇത് തണലാണ് നോക്കി. ഇവിടെയൊക്കെ ഒന്ന് ഇരുന്നാൽ തന്നെ എന്തൊരു വേറെ വൈബാണ്. കണ്ടാ അടുത്ത പ്ലാവ് കണ്ട വെയിലിൽ വരെ ചക്ക കായ്ച്ചിറങ്ങണ. ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങളാണ്. ഇവിടെ ഇല്ലാത്ത ഫലവൃക്ഷങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. എന്താ കണിക്കൊന്നൊക്കെ പൂത്ത് വെക്കുന്നുണ്ടാവും. വിഷുവായിട്ടില്ല, അതിക്ക് പിന്നെ കണിക്കൊന്നൊക്കെ പൂത്ത്